നടപടിയെടുക്കണം. പിന്നെ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുന്നതിന് അതിൽ ഒരു ശതമാനം പോലും പുറകോട്ടില്ല ഞങ്ങൾ. ആദ്യമായിട്ടുള്ള ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് വരുന്നത് എന്താ സൂപ്രണ്ടിന്റെ ഒരുപാട് അവസ്ഥകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു രോഗി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ തൊട്ടടുത്ത വിംസിലേക്കും കോഴിക്കോടേക്കും മടക്കി വിടുന്ന മടക്കൽ കോളേജാണിത്. ബോർഡ് മാത്രമേ ഉള്ളൂ മെഡിക്കൽ കോളേജല്ലേ. ഒരു ചെറിയ പനിയുടെയോ ചുമയുടെയോ മരുന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളത് ഇവിടെ ഞങ്ങളാരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടെ ഓരോരുത്തരുടെയും അനുഭവമാണത്. ഞങ്ങൾ ഈ സ്ത്രീക്ക് നീതി കിട്ടും വരെ ഞങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവും. നീതി കിട്ടും വരെ ഞങ്ങൾ പോരാടും. ഞങ്ങളുടെ നേതാക്കൾ സംസാരിക്കാൻ വേണ്ടി അകത്തേക്ക് കയറിയിട്ടുണ്ട്. അവർ സംസാരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. 75 ദിവസത്തോളം ഇന്നലെ ഞങ്ങൾ ഫോൺ ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. 2 തവണ അവർ ചികിത്സയ്ക്കായി വന്നു. 2 തവണയും മടക്കി അയച്ചു എന്നാണ് പറയുന്നത്. സ്കാനിംഗ് പോലും ചെയ്യാൻ തയ്യാറാകാതെ 2 തവണയും മടക്കി അയച്ചു. ഒരു തവണ വെച്ചു അവരുടെ വയറ്റിലാണ് ഈ തുണി വെച്ചിട്ടാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ബാക്കി നമ്മൾ നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ കൃത്യമായ തെളിവുകളുണ്ട് ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, ഒരു സ്മെല്ലടക്കം അവരുടെ വയറ്റിൽ നിന്ന് കിട്ടാൻ തുണി ഒരു സ്മെല്ലടക്കം വന്ന ആ രീതിയിലാണുള്ളതെന്നാണ് പറയുന്നത്. അടുത്ത തീരുമാനം ഞങ്ങൾ സംസാരിക്കട്ടെ. ഞങ്ങളുടെ നേതാക്കൾ അവിടെ കയറിയിട്ടുണ്ട്. സംസാരിച്ചിട്ട് നീതി കിട്ടുന്നത് വരെ, ആ സ്ത്രീക്ക് നീതി കിട്ടുന്നത് വരെ, കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുന്നത് വരെ നമ്മുടെ ആരോഗ്യവകുപ്പ്, നമ്മുടെ കേരള സർക്കാരും ഈ മെഡിക്കൽ കോളേജിന്റെ നേരെ കണ്ണു തുറക്കുന്നത് വരെ ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് യോസഫ് പറഞ്ഞത്. ഗൈനക്കോളജി ഡോക്ടർ, അന്നുണ്ടായിരുന്ന നഴ്സിംഗ് അധികൃതർ, അങ്ങനെയുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കണമെന്നാണോ? നടപടി എടുക്കണം തന്നെയാണ്. ആരാണോ കുറ്റം ചെയ്തത്, എവിടെയാണോ അതിൽ പിഴവ് സംഭവിച്ചത്, ആ പിഴവ് സംഭവിച്ചവർക്ക് പിഴവ് ചെയ്തവർക്കെതിരെ നടപടി എടുക്കണം തന്നെയാണ്. അതിൽ നിന്നൊരു മാറ്റമൊന്നുമില്ല.